ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്തായിരിക്കും? ലോകം ക്യാൻസർ വിമുക്തമാവുക എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും ശാസ്ത്രലോകം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു വാക്സിൻ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങ് റഷ്യയിൽ നിന്ന് ഒരു mRNA വാക്സിൻ. ഈ mRNA വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ? നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അവയെ ടാർഗറ്റ് ചെയ്ത് അവയെ നശിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. mRNA വാക്സിൻ അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല? അല്ലാതെ എല്ലാവർക്കും ആശങ്കയായിരിക്കും, വാക്സിനാണല്ലോ അതാണല്ലോ. അതല്ല ചെയ്യുന്നത്. നമ്മൾ ബാക്ടീരിയകളെയും വൈറസിനെയൊക്കെ നശിപ്പിക്കാൻ നമ്മുടെ പ്രതിരോധ സംവിധാനം, നമ്മുടെ ആൻറ്റിബോഡീസ് എങ്ങനെയാണോ സജ്ജമാകുന്നത് അതുപോലെ സജ്ജമാക്കുക എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, വാക്സിൻ തന്നെ നിർവീര്യമായിട്ടുള്ളൊരു സൂക്ഷ്മജീവി അല്ലാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ വാക്സിൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നറിയോ? പ്രവർത്തനശേഷി, വിഭജനശേഷി നഷ്ടപ്പെട്ട ചില ക്യാൻസർ രോഗികളുടെ അടുത്ത കോശങ്ങളിൽ നിന്നാണ് ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ട്യൂമറിൽ നിന്ന് ലഭിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ട്യൂമർ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ട്യൂമറിനുള്ള പ്രത്യേക പ്രോട്ടീനുകൾ അല്ലെങ്കിൽ ആൻറ്റിജനുകൾ എന്താക്കും? ഇതിനെ ക്യാൻസർ കോശങ്ങളെ പ്രതികരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ പ്രതിരോധ സിസ്റ്റം എന്താവും? ഈ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡി എന്ത് ചെയ്യും? നമ്മുടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തെ ക്യാൻസർ വിമുക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആദ്യഘട്ടം കൊടുക്കുന്നത് ക്യാൻസർ ഉള്ള രോഗികൾക്കാണ് എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ഏത് തരം ക്യാൻസറിനാണ് എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും ഇത് വലിയൊരു റവല്യൂഷനായിട്ടാണ് റഷ്യ കാണുന്നത്. പിന്നെ ഈ ഒരു വാക്സിൻ ഡെവലപ്മെൻറ്റിൽ നമ്മൾ വർഷങ്ങളായി എടുക്കുന്ന പല കാര്യങ്ങളും മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ടെക്നോളജി സാധ്യതകൾ ഉപയോഗപ്പെടുത്തി എന്നുള്ള പ്രത്യേകം ഓർക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ന്യൂറൽ നെറ്റ്വർക്ക്സും ഒക്കെ വളരെ അടിപൊളിയായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്രയും നല്ലൊരു വാക്സിൻ ഡെവലപ്പായത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇതുപോലുള്ളൊരു വാക്സിൻ ഡെവലപ്മെൻറ്റിൽ വെറും റഷ്യ മാത്രമാണ് തുനിഞ്ഞിരിക്കുന്നത് വിചാരിക്കേണ്ട. UK USA ഗ്ലയോബ്ലാസ്റ്റോമ, മെലനോമ തുടങ്ങിയ ക്യാൻസർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റു തരത്തിലുള്ള വാക്സിനുകളും ഡെവലപ്പായി വരുന്നത് എന്നുള്ളത് ഈ ക്യാൻസർ ചികിത്സാ രംഗത്ത് നമ്മുടെ മനുഷ്യകുലത്തിന് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് നൽകുന്നത്.